sir. Good morning. Please sit down. Thank you, sir. What can I do for you? പരസ്യം കണ്ടുവന്നതാണ്. എന്റെ പേര് ജലജ. പരസ്യം ശരിക്ക് വായിച്ചില്ലെന്ന് തോന്നുന്നു. പ്രായമായ സ്ത്രീയാണ് ആവശ്യം. നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രായത്തിനും ഡ്യൂട്ടിക്കും എന്താ ബന്ധം? എന്നെ ജോലിക്ക് പറ്റില്ലെങ്കിൽ സോറി. I don't want to waste your time. No, please sit down. Let me see. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. കേദാർ മഹാറാണിക്കാണ് നഴ്സിന് വേണ്ടത്. ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജറാണ്. എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരനാണ് മഹാറാണിയുടെ നിയമോപദേശകൻ. നേരത്തെ ജോലി ചെയ്യുന്നത് പ്രായമായൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരിച്ചു. അതിനു പകരം നിയമിക്കാനാണ്. ചെറുപ്പക്കാരിയായി നിങ്ങളെ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് മിസ് ജലജയെ നിയമിച്ചുകൂടുന്ന. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ്. ബാംഗ്ലൂരിൽ NS ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. സർട്ടിഫിക്കറ്റ്. മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്? അതെ. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. വേണ്ട, അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. എന്താ കാരണം? അദ്ദേഹം എന്നോട് സ്വല്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ രാജിവെച്ചു. അദ്ദേഹം അത്ര മോശമാണോ? ഒരു വയസ്സൻ, കറുത്ത ഒരു ഭൂതം. മനസ്സിലായി. മിസ് ജലജയെ പോലെ മനോഹരിയായ ഒരു സ്ത്രീക്ക്. താങ്ക് യു. പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഫെലോ. എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിന്റെ പേര്? കൊട്ടാരം രാമനാഥൻ. അദ്ദേഹം ഇപ്പോഴില്ലേ? മരിച്ചു. 3 വർഷമായി. ഞാൻ പാടും, വയലിൻ വായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത്. എനിക്ക് വയ്യാതായി സാർ. ഇനി സ്വല്പം വിശ്രമമുള്ള ഒരു ജോലി വേണം. അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത്. ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ? പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വയസ്സ് പറയുമ്പോ മഹാറാണിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ആട്ടെ, വയസ്സ് ഇപ്പൊ എത്രയായി? 28. സർട്ടിഫിക്കറ്റ് കാണണോ സാർ? വേണ്ട. ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് 38 വയസ്സായെന്നാണ് പറയാൻ പോകുന്നത്. വിഷമമുണ്ടോ? ഇല്ല സാർ. ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും. കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. താങ്ക് യു സാർ. ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം 300 രൂപ കിട്ടും. അതുപോലെ മതി സാർ. നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കാം. ശരി സാർ. ഇവിടെ ഇവിടെയും വേണം. ഒന്നുകൂടി. സുന്ദരേശൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഒന്നും എനിക്ക് കാണാൻ വയ്യന്നേ. സെക്യൂരിറ്റി ബോൺസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇതിന്റെ പേപ്പേഴ്സ് ആണ്. പിന്നെ എസ്റ്റേറ്റിന്റെ ചില കറസ്പോണ്ടൻസും ഉണ്ട്. എന്തോ ആട്ടെ, എല്ലാം സുന്ദരേശൻ നോക്കിയാ മതി. പിന്നെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് നാൻസി എന്ന ഒരു സ്ത്രീ മാത്രമേ അപേക്ഷിച്ചുള്ളൂ. 19 അപേക്ഷ കിട്ടി. അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ. ഏതാ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീ ഒരു മിസ് ജലജയാണ്. ട്രെയിൻഡ് നഴ്സാണ്. ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗ് ഒക്കെ അറിയും. കൊള്ളാം. കൊട്ടാരം രാമനാഥന്റെ മകളാണ്. മഹാറാണിയുടെ കച്ചേരിക്കും അദ്ദേഹം വയലിൻ വായിച്ചിട്ടെന്ന് പറഞ്ഞു. ശിവ, എന്താ ഈ കേക്കണേ? കൊട്ടാരം രാമനാഥനല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലിൻ വായിച്ചിരുന്നേ. എന്തൊരു സുഖമായിരുന്നു കേൾക്കാനെന്നോ. എന്റെ ശരീരവും രാമനാഥന്റെ വയലിനും
വേർതിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, 2-3 മാസം മുമ്പ് മരിച്ചുപോയി. കഷ്ടം കഷ്ടം. ഇതൊന്നും ഞാൻ അറിയണില്ല. അപ്പൊ പിന്നെ ആ കുട്ടി തന്നെ ആയിക്കോട്ടെ. ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. എന്താ അത്? ആ സ്ത്രീക്ക് മഹാറാണി പറഞ്ഞത്ര പ്രായമില്ല. ഇവരുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട. 2-3 മാസം ഇവിടെ എന്റെ കൂടെ നിൽക്കട്ടെ. പറ്റുമെങ്കിൽ പിന്നെ സ്ഥിരാക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? നിൽക്കൂ സുന്ദരേശ, എന്താ അത്ര ധൃതി? സ്വല്പം ജോലിയുണ്ട്. സുന്ദരേശന് എന്നും തിരക്കാം. വന്നാ ഉടനെ പോണം. എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മഹാറാണി, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ്. അത് മതി. എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം. എന്തെങ്കിലും ചീത്തത്തരമുണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല. ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഈ കോവിലകവും തമ്പുരാട്ടിയുമായുള്ള ബന്ധം പോകാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ ഇറങ്ങട്ടെ? ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക്. സാരമില്ല, നീ എന്റെ കൂടെ ഒരു 3 മാസം നിൽക്കൂ, നോക്കട്ടെ. ഇനി നീ കുട്ടിയെ ചെന്ന് കാണൂ. അവൾക്കും പിടിക്കണ്ടേ? പിള്ളേ, എന്റെ ഡ്രൈവറാണ് പിള്ള. ഇവളാണ് എന്റെ പുതിയ നേഴ്സ് ജലജ. രോഹിണിയുടെ മുറി കാണിച്ചു കൊടുക്കൂ. വരൂ. ശാരദേ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ശരി. നമ്മുടെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി വിഷമമില്ല. ജലജാന്നൊരു സ്ത്രീ വരും. നഴ്സാക്കാൻ പറ്റുമോ നോക്കൂ. എനിക്കിഷ്ടായി. ആ കുട്ടി സംഗീതപ്രേമിയാണ്. സംഗീതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. സിത്താറിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ദാ അവിടെ തന്നെ. ജലജയല്ലേ? അതെ. അമ്മുമ്മ എപ്പോ വിളിച്ചു പറഞ്ഞു. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഏതാ നാട്? കൊട്ടാരം രാമനാഥന്റെ മകളാണ്. വയലിനിസ്റ്റ് രാമനാഥന്റെയോ? അതെ. അപ്പോൾ ജലജയ്ക്ക് സംഗീതം അറിയണമല്ലോ. കുറേശ്ശെ അറിയാം. തമ്പുരാട്ടി സിത്താർ വായിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടു. മനോഹരമായിരിക്കുന്നു. ആരാ പഠിപ്പിച്ചത്? മാധവറാവു. സിത്താർ മാധവറാവോ? അതെ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയദേവനാണ് പഠിപ്പിച്ചത്. ശരി, പോയിക്കോളൂ. എനിക്ക് 10 രൂപ വേണം. നിനക്കെന്തിനാ ഇപ്പൊ രൂപ? വേണം.
മോനെ ഏകദേവ, ചെറുപ്പത്തിലെ തന്നെ എന്റെ ഈ തൊഴിൽ നിന്നെ അഭ്യസിപ്പിക്കാമെന്ന് ഞാൻ മോഹിച്ചു. നിനക്കത് വേണ്ടാന്ന് തോന്നി. നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ BA വരെ പഠിപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്കറിയാം? അറിയാം. എന്റെ ഈ വിദ്യയെങ്കിലും നിനക്ക് പഠിക്കാമായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതും ചെയ്യാതെ ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി അതിനും ഇതിനും ചെലവ് ചെയ്ത് നടക്കുന്നു. അച്ഛൻ, എനിക്ക് ജോലി കിട്ടണ്ടേ? എത്ര സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു, എത്ര ഇന്റർവ്യൂവിന് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സംഗീതം അഭ്യസിക്കണമെന്ന്. സംഗീതം ഒരു ദൈവീയ കലയാടടാ. അതെനിക്കൊരു അമൂല്യ നിധിയാണ്. നോക്ക്, ഈ പെൺകുട്ടി ഇവിടെ വന്ന് കാത്തിരിക്കുന്നത് കണ്ടില്ലേ? എന്തില്ലാഞ്ഞിട്ട? എന്തിനാ പറയുന്നത്? എല്ലാം എന്റെ യോഗം. മാസ്റ്റർക്ക് എങ്ങനെയുണ്ട്? അച്ഛൻ അല്പം കൂടുതലാണ്. ഞാൻ ഡോക്ടറെ അയച്ചിരുന്നല്ലോ. വന്നു. പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസവും കാണുന്നില്ല. മാസ്റ്ററെ, മാസ്റ്ററെ, ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. നന്നായി. എനിക്കും തോന്നി കാണണമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം മാസ്റ്റർ? വേണം. പറയണം മാസ്റ്റർ. ആ സിത്താറെടുത്തൊന്ന് വായിക്കൂ. എനിക്ക് കേൾക്കണം. എന്റെ വിരലുകൾ ഇനി മാസ്റ്റർ വായിക്കൂ. എന്താ ഈ വായിച്ചത്? മാൽക്കൗസല്ലേ വായിച്ചത്? കർണാടക സംഗീതത്തിൽ ഇതിന് ഹിന്ദോളം എന്ന് പറയും. അതിന്റെ സ്വരങ്ങൾ സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം ഇവയാണ്. ഇപ്പൊ വായിച്ചത് കാഹിലി നിഷാദമായി പോയി. അപ്പൊ രാഗം മാറി. ചന്ദ്രകോസായി.